സംസ്ഥാനത്തെ 39 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് മികച്ച വിജയം. 21 വാർഡിൽ എൽഡിഎഫ് ജയിച്ചപ്പോൾ 11 വിജയിക്കാൻ യുഡിഎഫിന് കഴിഞ്ഞുള്ളൂ. ബിജെപിക്ക് നേടാനായത് കേവലം 2 സീറ്റ് മാത്രം. യുഡിഎഫിൽ നിന്നും ബിജെപിയിൽ നിന്നുമായി 7 സീറ്റുകൾ എൽഡിഎഫ് പിടിച്ചെടുത്തു. തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് തകർപ്പൻ വിജയം. 39-ൽ 21 വാർഡുകളിൽ എൽഡിഎഫ് വിജയിച്ചു. 7 വാർഡുകൾ യുഡിഎഫിൽ നിന്നും ബിജെപിയിൽ നിന്നും കൂടി പിടിച്ചെടുത്തു. തൃശൂർ, എറണാകുളം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിലെല്ലാം എൽഡിഎഫ് വിജയിച്ചു. യുഡിഎഫ് 11 സീറ്റുകളിലാണ് വിജയിച്ചത്. ബിജെപിയും എസ്ഡിപിഐയും 2 വീതം സീറ്റുകളിലും വിജയിച്ചു. 3 സ്വതന്ത്രരും വിജയിച്ചു. തൃശൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 ഇടങ്ങളിലും എൽഡിഎഫ് വെന്നിക്കൊടി പാറിച്ചു. പറപ്പൂക്കര, പള്ളം വാർഡ് ബിജെപിയിൽ നിന്നും പിടിച്ചെടുത്തു. എറണാകുളം ജില്ലയിലെ 5 ഇടങ്ങളിലും എൽഡിഎഫ് വിജയം കൈവരിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭ 49-ാം ഡിവിഷൻ യുഡിഎഫിൽ നിന്ന് എൽഡിഎഫ് പിടിച്ചെടുത്തു. എൽഡിഎഫിന് ഇവിടെ 843 വോട്ടും യുഡിഎഫിന് 393 വോട്ടുമാണ് ലഭിച്ചത്. പത്തനംതിട്ട നഗരസഭ 10-ാം വാർഡിൽ ബിജെപിക്ക് 12 വോട്ടാണ് ലഭിച്ചത്. പന്തളത്താവട്ടെ 7 വോട്ടും. കോഴിക്കോട് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പലേരി ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സീറ്റ് നിലനിർത്തി. 1192 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെ എൽഡിഎഫിന് ലഭിച്ചത്. ബിജെപിക്കാവട്ടെ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 500 വോട്ടിന്റെ കുറവും ഉണ്ടായി. ആലപ്പുഴയിൽ യുഡിഎഫിന്റെ 2 സീറ്റുകൾ ബിജെപി പിടിച്ചെടുത്തു. കാവാലം, തകഴി പഞ്ചായത്തുകളിലാണ് യുഡിഎഫിന് തിരിച്ചടി നേരിട്ടത്. എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന 12 ഉപതെരഞ്ഞെടുപ്പുകളിലും എൽഡിഎഫ് വിജയം ആവർത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് ലഭിച്ച മികച്ച വിജയം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായി മാറി. ശബരിമല വിഷയം ഉയർത്തി യുഡിഎഫും ബിജെപിയും സർക്കാരിനും എൽഡിഎഫിനുമെതിരെ സംഘടിപ്പിച്ച പ്രചരണങ്ങൾ വോട്ടർമാർ തള്ളിക്കളഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. സംസ്ഥാനത്ത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 സീറ്റുകളിലും എൽഡിഎഫിന് ഉജ്ജ്വല വിജയം. കേരള ജനത ബിജെപിക്കെതിരാണ് എന്ന് തെളിയിക്കുന്നതായി തൃശൂർ ജില്ലയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ പള്ളം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്. ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായി ഇവിടെ എൽഡിഎഫ് സ്ഥാനാർത്ഥി PJ സിബി വിജയിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം ബിജെപി വിജയിച്ച പള്ളം വാർഡാണ് എൽഡിഎഫ് പിടിച്ചെടുത്തത്. ശബരിമല വിഷയത്തിൽ ബിജെപി നടത്തുന്ന വർഗീയ അഴിഞ്ഞാട്ടത്തിനുള്ള മറുപടി കൂടിയായി ഈ വിജയം മാറി. ശബരിമല അക്രമങ്ങളിലെല്ലാം സംഘപരിവാറിന് ഒത്താശ പാടുന്ന കോൺഗ്രസ് ഇവിടെ ദയനീയമായി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ബിജെപിയുടെ കുത്തക സീറ്റായ പള്ളം പിടിച്ചെടുത്തതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശബരിമല വിഷയം മുതലെടുത്ത് ബിജെപി കളിച്ച രാഷ്ട്രീയ നാടകം കേരളത്തിലെ പ്രബുദ്ധ ജനത തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PJ സിബി 161 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. ഈ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന്റെ വോട്ട് ഒരുപാട് വർദ്ധിച്ചു. 179 വോട്ടാണ് 2015 തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് ലഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ 571 വോട്ടായിട്ട് ആ വോട്ട് വർദ്ധിച്ചു. ഇരിങ്ങാലക്കുട 2-ാം വാർഡിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി KM കൃഷ്ണകുമാർ വിജയിച്ചു. 85 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം. കടവല്ലൂർ 5-ാം വാർഡിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി KV രാജൻ വിജയിച്ചു. 149 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ 343 വോട്ടുകൾക്ക് എൽഡിഎഫ് വിജയിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ 121 വോട്ടുകൾക്ക് എൽഡിഎഫ് വിജയിച്ചു. ശബരിമല വിഷയത്തിൽ വർഗീയതയ്ക്കും അക്രമങ്ങൾക്കുമായി തൃശൂർ ജില്ലയിൽ അഴിഞ്ഞാടിയ ബിജെപി ജനമനസ്സുകളിൽ നിന്ന് പൂർണ്ണമായും പുറന്തള്ളപ്പെട്ടു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി തൃശൂർ ജില്ലയിലെ ജനവിധി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സർക്കാരിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നുവെന്നതിന്റെ തെളിവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മന്ത്രി EP ജയരാജൻ. മാധ്യമപ്രവർത്തകർക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നും സുഗമമായ പ്രവർത്തനത്തിന് വേണ്ട സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി പ്രതികരിച്ചു. കേരള ഗവൺമെൻറ് നയങ്ങൾക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇനി കൂടുതൽ ജനപിന്തുണ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരുന്നവർ അവസാനിപ്പിച്ചു, ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് വന്നു. മറ്റേവരിപ്പോൾ സമരം അന്വേഷിച്ച് നടക്കുകയാണ്. ആര്? UDFകാർ. ഒരു നിയന്ത്രണങ്ങളുമില്ല. നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായും നല്ലതുപോലെ നിങ്ങൾക്ക് പരിപാടികളിൽ പങ്കെടുത്ത് റിപ്പോർട്ടുകൾ എഴുതി സന്ദേശങ്ങൾ നിങ്ങളെ മാധ്യമരംഗങ്ങളിൽ എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി മാത്രമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. നിങ്ങൾക്കൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല.
ശബരിമല വിഷയത്തിൽ ബി.ജെ.പി. കേരള ഘടകത്തിൽ പൊട്ടിത്തെറി. ശബരിമലയിൽ സമരം നിർത്താനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വി. മുരളീധരൻ എം.പി. സമരം ഒത്തുതീർപ്പാക്കാൻ ആത്മാഭിമാനമുള്ള ഒരു ബി.ജെ.പി. പ്രവർത്തകനും സമ്മതിക്കില്ലെന്ന് വി. മുരളീധരൻ കോഴിക്കോട് പ്രതികരിച്ചു. ഇപ്പോൾ എ.കെ. ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഇവരുടെ യോഗം ചേരുമെന്ന വിശദാംശങ്ങൾ ലഭിച്ചിരുന്നത് ആരംഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ്? യോഗം ആരംഭിച്ചു കഴിഞ്ഞു. യോഗം പുരോഗമിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള യോഗത്തിന്റെ ആരംഭത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബി.ജെ.പി. നേട്ടം കൊയ്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ടയോട് ഉയർന്ന ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലും സമീപ ജില്ലകളിലും ബി.ജെ.പി. നേട്ടം ഉണ്ടാക്കിയതായാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ പന്തളം നഗരസഭയിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ലഭിച്ച വോട്ടുകൾ അദ്ദേഹം പറയാതെയാണ് നിലവിലുണ്ടായിരുന്ന LDF-ന് സീറ്റ് നഷ്ടമായ സാഹചര്യം ഉയർത്തിക്കാട്ടി അദ്ദേഹം അത്തരമൊരു പരാമർശം ഇവിടെ നടത്തിയത്. പ്രതീക്ഷ നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ബി.ജെ.പിയുടെ അവകാശവാദം. ശബരിമലയിൽ ഇത് ധർമ്മയുദ്ധമാണെന്നും ഇത് വർത്തമാന സാഹചര്യം അസുലഭ അവസരമായി തന്നെയാണ് ബി.ജെ.പി. കാണുന്നതെന്നും കൂടി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ബി.ജെ.പി. അധ്യക്ഷൻ എന്നുള്ള നിലയിലോ ബി.ജെ.പിയുടെ നിലപാടുകളിലോ ഏതെങ്കിലും തരത്തിലുള്ള മലക്കമറച്ചിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. എന്നാലും വി. മുരളീധരൻ ഇന്ന് രാവിലെ ശ്രീധരൻപിള്ളയ്ക്കെതിരെ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് രംഗത്ത് വന്നതാണ് ഈ യോഗത്തിന്റെ പ്രധാന ഒരു വിഷയമായി കാണാവുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയം വി. മുരളീധരൻ ഉന്നയിച്ച വിഷയം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ശബരിമലയിൽ നിന്നും സമരം അവസാനിപ്പിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് സമരം എത്തിയതിനെ രൂക്ഷമായ ഭാഷയിലാണ് വി. മുരളീധരൻ പ്രതികരിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. യോഗം രാത്രി വൈകും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഉദ്ഘാടന പ്രസംഗം അല്പസമയം മാത്രമാണ് ഉദ്ഘാടന പ്രസംഗം ശ്രീധരൻപിള്ള ആരംഭിച്ചത്. ലതീഷ്, ഏതായാലും ശബരിമല മാത്രം അല്ലെങ്കിൽ ശബരിമലയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രധാന ചർച്ച തന്നെയാണോ ഇവരുടെ പ്രധാന അജണ്ട, ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട? യോഗത്തിന്റെ പ്രധാന അജണ്ട തിങ്കളാഴ്ച ആരംഭിക്കുന്ന തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആരംഭിക്കുന്ന ബി.ജെ.പിയുടെ സമരമാണ്. സമരത്തിൽ നിരാഹാര സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും വി. മുരളീധരന്റെ പ്രസ്താവനയും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ശ്രീധരൻപിള്ളയുടെ നിലപാട് മാറ്റവും മലക്കം മുറച്ചിലും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബി.ജെ.പിയിലെ ഒരു വിഭാഗത്തിലുള്ള അതൃപ്തിയും ഒപ്പം RSS ഇരു വിഭാഗത്തിന്റെയും ഗ്രൂപ്പ് പോരായി ഇതിനെ മാറ്റിയതിൽ RSSന്റെ നേതൃത്വം ബി.ജെ.പിയോട് അതിർത്തി അറിയിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. ശരി, എ.കെ. ലതീഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നിര ശക്തമാക്കി രാജ്യ തലസ്ഥാനത്ത് കർഷക മാർച്ച്. കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ അണിനിരന്നിരിക്കുന്നത് പതിനായിരങ്ങളാണ്. മോദി രാജ്യത്തെ പോക്കറ്റടിക്കുന്നുവെന്ന് യെച്ചൂരി പറഞ്ഞു. മോദി ദുര്യോധനനും അമിത്ഷാ ദുശാസനനുമാണെന്നും യെച്ചൂരി പ്രതികരിച്ചു. वही पॉकेटमार जिसने पहले मार लिया था, पॉकेट बटुआ चोरी कर लिया था, वो अब सामने आके कह रहा कि भाई ये लो 2 रुपए आपके टिकट के लिए और ये हम दे रहे हैं। और वही पॉकेटमार है आपके आज के प्रधानमंत्री हमारे। जैसे चुनाव नजदीक आएंगे बोलेंगे नए वादे करेंगे आपके सामने, लेकिन याद रखिए पिछले 5 साल जिस तरीके से लूटा आपको, इसको याद रखिए। वही पॉकेटमार की कहानी है। पहले हमें लूटो, बाद में चुनाव से पहले नए वादे दो ताकि हमारे वोट खरीदने के लिए। अब ये काम नहीं होगा। ये संकल्प आपको लेना होगा। यहाँ पे इस किसान विरोधी और जन विरोधी सरकार को पहले हटाओ, भारत को बचाओ। ऐसा सरकार ले आओ, वैकल्पिक सरकार जो जनहित में नीतियां बदलेगी, एक बेहतर भारत का निर्माण करेगी. ദില്ലിയിൽ നിന്ന് സന്തോഷ് ഷർലിംഗ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, പ്രതിപക്ഷ ഐക്യത്തിന് പുതിയ ദിശാബോധം നൽകുന്നതും കരുത്തു പകരുന്നതും പ്രതീക്ഷ നൽകുന്നതുമാണോ ഈ കർഷക പ്രതിഷേധം? 210 കർഷക സംഘടനകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പാർലമെന്റിലേക്കുള്ള കർഷക പ്രക്ഷോഭം. പാർലമെന്റ് മാർച്ച് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ അണിനിരന്ന് ഏകദേശം 2 ലക്ഷത്തോളം വരും. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിന് പിന്തുണയുമായി എത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സീതാറാം യെച്ചൂരി കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചതാണ്. അദ്ദേഹം രാജ്യത്തെ പോക്കറ്റ് അടിക്കുന്നതെന്നാണ് ആരോപിച്ചത്. AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഉച്ചയ്ക്ക് ശേഷം കർഷകരെ കാണാനെത്തി. കടുത്ത ഭാഷയിലാണ് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചത്. അംബാനിക്കും അദാനിക്കും ലോണുകൾ എഴുതി തള്ളുന്ന മോദിക്ക് എന്തുകൊണ്ട് കാർഷിക കടം എഴുതി തള്ളാനാകുന്നില്ല എന്നാണ് ചോദിച്ചത്. കൂടാതെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള, NCP നേതാവ് ശരത് പവാർ, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി തുടങ്ങി പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും കർഷകരെ അഭിസംബോധന ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ഉള്ളപ്പോഴാണ് ഇത്ര വലിയ രീതിയിൽ ഒരു കർഷക പ്രക്ഷോഭ വേദി അരങ്ങേറുന്നതും ഒരു പ്രതിപക്ഷ ശക്തി പ്രകടനമായും അത് മാറുന്നത്. എന്തായാലും പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച
സംബന്ധിച്ച് മേധാ പട്കർ, സായിനാഥ് തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തകരും മാർച്ചിൽ അണിഞ്ഞിരുന്നു എന്നാണ് ശ്രദ്ധേയം. തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷകരാകട്ടെ ആത്മഹത്യ ചെയ്ത കർഷകരുടെ തലയോട്ടികളുമായാണ് പ്രതിഷേധത്തിനെത്തിയത്. നഗ്നരായി കിടന്നും പ്രതിഷേധിച്ചു ചില കർഷകർ. വലിയ രീതിയിൽ തെലങ്കാനയിൽ നിന്നുള്ള കർഷക കുടുംബങ്ങൾ എത്തി. കാർഷിക ആത്മഹത്യയെ തുടർന്ന് ജീവൻ വെടിയേണ്ടുന്ന നിരവധി കുടുംബങ്ങൾ വരെ ഈ കർഷക മാർച്ചിൽ അണിനിരക്കുകയും ചെയ്തു. നേരത്തെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും നടന്ന കർഷക പ്രക്ഷോഭത്തിന്റെ ഒരു തുടർച്ചയാണ് ഡൽഹി കണ്ടത്. എന്നാൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര സമാനമായ രീതിയിൽ വലിയൊരു പ്രക്ഷോഭത്തിന് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചിട്ടില്ല. ശരി, സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിപക്ഷ നിരയുടെ ഐക്യം കൂടുതൽ പ്രതീക്ഷ നൽകുന്നതും ശക്തമാകുന്നതുമായിട്ട് കാഴ്ചയാണ് കർഷക പ്രതിഷേധത്തിലൂടെ കാണാൻ കഴിഞ്ഞത് എന്നാണ് സന്തോഷ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. ഓഖി ഫണ്ട് വകമാറ്റി എന്നത് വ്യാജ പ്രചരണമെന്ന് മുഖ്യമന്ത്രി. ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ വാക്ക് പാലിച്ചു. ഓഖി ദുരിതാശ്വാസത്തിന് കേന്ദ്രം വാഗ്ദാനം നൽകിയ മുഴുവൻ തുകയും നൽകിയില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുഭാവപൂർവം പെരുമാറുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. അടിയന്തര സഹായമായി 416 കോടി രൂപയായിരുന്നു ശുപാർശ ചെയ്തത്. എന്നാൽ ആ തുക പൂർണ്ണമായി സംസ്ഥാനത്തിന് ലഭിച്ചില്ല. സംസ്ഥാന സർക്കാർ ഒരു സ്പെഷ്യൽ പാക്കേജ് തയ്യാറാക്കി സമർപ്പിച്ചു. അത് 7340 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജായിരുന്നു. പക്ഷെ അത് കണ്ട ഭാവം കേന്ദ്ര സർക്കാർ നടിച്ചില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതിനേക്കാൾ വലിയ തുകയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചിലവാക്കുന്നത്. അപ്പോൾ തുക വകമാറ്റി എന്ന് പ്രചരിപ്പിച്ചവർ, ആക്ഷേപിച്ചവർ കാര്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നാവും. ചീഫ് ജസ്റ്റിസിനെതിരെ വാർത്താ സമ്മേളനം നടത്തിയതിൽ ഖേദമില്ലെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. കേരള ഹൈക്കോടതിയിലേക്ക് ശുപാർശ ചെയ്ത പേരുകളിൽ ചിലത് തിരിച്ചയച്ചതിൽ അടുത്ത കൊളീജിയം യോഗം തീരുമാനമെടുക്കും. ശബരിമല വിധിയെക്കുറിച്ച് പ്രതികരിക്കാനാകില്ല. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളെപ്പറ്റി പ്രതികരിക്കാൻ ഇല്ല. എന്നാൽ ആ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുനർപരിശോധന ആവശ്യപ്പെടാൻ ഭരണഘടനയിൽ തന്നെ സാധ്യതയുണ്ടെന്നും കുര്യൻ ജോസഫ് ദില്ലിയിൽ പ്രതികരിച്ചു. ശബരിമലയിലെ നിരോധനാജ്ഞ നീട്ടണമെന്നുള്ള പോലീസ് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. സുരക്ഷ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നാളെ അവലോകന യോഗം ചേരും. സന്നിധാനത്തെ നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കാനിരിക്കെയാണ് സുരക്ഷയ്ക്കായി പുതിയ ബാച്ച് പോലീസ് എത്തിയത്. IG ധീരേന്ദ്ര കശ്യപിന്റെ മേൽനോട്ടത്തിൽ 1550 പോലീസുകാരാണ് സന്നിധാനത്തും മരക്കൂട്ടത്തുമായി വിന്യസിപ്പിക്കുന്നത്. സന്നിധാനത്തെ ചുമതല SP-മാരായ കറുപ്പുസ്വാമി, KE ബൈജു എന്നിവരുടെ നേതൃത്വത്തിലും മരക്കൂട്ടത്ത് SP KE അജിക്കുമാണ് ചുമതല. ഇവരെ കൂടാതെ 15 DYSP-മാരും 35 സർക്കിൾ ഇൻസ്പെക്ടർമാരും 125 CI-മാരും 125 SI-മാരും ഉണ്ട്. 1375 പോലീസുകാർക്ക് പുറമെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, NDRF, കമാൻഡോസ് വിഭാഗങ്ങളും സുരക്ഷയ്ക്കായുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നാളെ മണ്ഡല ഉത്സവം ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. രാവിലെ 9-ന് നടക്കുന്ന യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കും. ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാർ സന്നിധാനം കേന്ദ്രീകരിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. രാത്രി 10:50-ന് അരിവരാസനം പാടി 11 മണിക്ക് നടയടയ്ക്കും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ശബരിമലയിലെ അന്നദാന വിതരണത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ പറഞ്ഞു. സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് നടപടികളെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഹൈക്കോടതി ഈ അന്നദാനവുമായി ബന്ധപ്പെട്ട ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ നമുക്ക് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം ശബരിമല, നിലയ്ക്കൽ, പമ്പ, എരുമേലി, പന്തളം, ചെങ്ങന്നൂർ ഈ കേന്ദ്രങ്ങളിൽ അന്നദാനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്.
അവിടെ നമ്മൾ ഇതിനെപ്പറ്റി അപേക്ഷകൾ കിട്ടിയിട്ടുള്ളപ്പോൾ അപേക്ഷകൾ നോക്കി നമ്മുടെ ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ ഓരോ സംഘടനകളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുള്ള അപേക്ഷകൾ പരിശോധിച്ച് അതിൽ ജനുവിനം തോന്നിയിട്ടുള്ള, അതായത് ഇത്രയും ദിവസം അന്നദാനം പൂർണ്ണ സമയം കൊടുക്കാൻ കഴിയും എന്ന് കണ്ടിട്ടുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് എഗ്രിമെന്റ് വെക്കുകയും ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലും ഉത്തരവാദിത്വം അവർ തരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം നടത്താം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെതിരായ റിവ്യൂ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ സമരം ചെയ്തിട്ട് കാര്യമെന്തെന്ന് മുതിർന്ന BJP നേതാവ് ഒ രാജഗോപാൽ MLA. യുവതീ പ്രവേശമല്ല BJPയുടെ പ്രക്ഷോഭത്തിന്റെ വിഷയമെന്നും ശബരിമലയിലെ പോലീസ് നടപടിയും അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളുമാണ് സമര വിഷയങ്ങളെന്നും രാജഗോപാൽ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. BJPയുടെ സമരം യുവതീ പ്രവേശത്തിനെതിരെ അല്ലെന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയാണെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും നേരത്തെ പ്രതികരിച്ചിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ചിത്തിര ആട്ടവിശേഷ സമയത്ത് സന്നിധാനത്ത് പേരക്കുട്ടിയുടെ ചോറൂണിനായി എത്തിയ തൃശൂർ സ്വദേശിനി ലളിതയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന BJP സംസ്ഥാന സെക്രട്ടറി K സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി തള്ളി. കേസിൽ 13ാം പ്രതിയായ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ കോടതി നേരത്തെയും തള്ളിയിരുന്നു. തീർത്ഥാടകയെ ആക്രമിച്ച കേസിൽ വധശ്രമത്തോടനുബന്ധിച്ചുള്ള ഗൂഢാലോചനയാണ് ഉള്ളതെന്നും പ്രഥമ ദൃഷ്ട്യാ കുറ്റം തെളിഞ്ഞതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസിൽ ആദ്യം അറസ്റ്റിലായ മുഖ്യപ്രതി പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി സൂരജിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. ശബരിമല വിഷയത്തിൽ തുടർച്ചയായ 3ാം ദിവസവും പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ നിരാകരിച്ചതോടെയാണ് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിയത്. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സ്പീക്കർ സംരക്ഷിക്കുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ തടയില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന ആവശ്യമായിരുന്നു ആദ്യ ദിനം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചതെങ്കിൽ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവായിരുന്നു ഇന്നും ഇന്നലെയും പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത്. ഇന്നലത്തേതിന് സമാനമായ സാഹചര്യമായിരുന്നു ഇന്നും നിയമസഭയിലുണ്ടായത്. ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് അടിയന്തര പ്രമേയം പരിഗണിക്കുക, ഇല്ലെങ്കിൽ ശൂന്യവേളയിൽ അത് പരിഗണിക്കാമെന്ന ഉറപ്പു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. ഒന്നുകിൽ ക്വസ്റ്റ്യൻ അവർ മാറ്റിവെച്ചുകൊണ്ട് ചർച്ചയ്ക്കെടുക്കണം, ഇല്ല എങ്കിൽ റൂൾ 50 അനുസരിച്ച് ഞങ്ങൾക്ക് അവസരം നൽകണം എന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാണ്ട് സഭ അങ്ങ് ചേർന്ന് നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് നേരെ മുൻകൂട്ടി അങ്ങ് പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും സബ്മിഷനായി വിഷയം ഉന്നയിക്കാൻ അവസരം നൽകാമെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഇത് ചെവിക്കൊള്ളാതെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധം ശക്തിപ്പെടുത്തി. വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ തടയില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ചട്ടങ്ങൾക്ക് വിധേയമായിട്ടേ സാധിക്കൂ. ശബരിമല വിഷയം കേരള നിയമസഭ സമഗ്രമായി ചർച്ച ചെയ്തു എന്നാണ് സ്പീക്കറുടെ അഭിപ്രായം. അത് സ്പീക്കറുടെ സ്വബോധ്യമാണ്, സ്പീക്കറുടെ തീരുമാനമാണ്. ആ വിഷയം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാനുള്ള ഒരു പ്രസക്തി വന്നിട്ടില്ല എന്നാണ് എന്റെ ബോധ്യം. സ്പീക്കറുടെ കാഴ്ച മറയ്ക്കുന്ന തലത്തിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കടന്നപ്പോൾ ചോദ്യോത്തരവേളയും സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും റദ്ദാക്കി സഭ വേഗത്തിൽ പിരിയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ച മറച്ചുവെക്കാൻ മോദി സർക്കാർ GDP വളർച്ചയിൽ കൃത്രിമം നടത്തിയത് വിവാദത്തിൽ. GDP കണക്കാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയ നീതി ആയോഗിന്റെ പുതിയ നടപടിയാണ് സാമ്പത്തിക വിദഗ്ധരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും വിമർശനത്തിന് ഇടയാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് മോദി സർക്കാരിന്റെ പുതിയ നടപടിയെന്ന് വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തെ GDPയിൽ വളർച്ച കാണിക്കാൻ രേഖകളിൽ മാറ്റം വരുത്താൻ നീതി ആയോഗ് ശ്രമം നടത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുന്നത്. കേന്ദ്ര സർക്കാർ 2 വർഷം മുൻപ് നടപ്പിലാക്കിയ നോട്ട് നിരോധനം രാജ്യത്തിന് കനത്ത സാമ്പത്തിക ആഘാതമുണ്ടാക്കിയെന്ന മോദി സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യത്തിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകത്തിലെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഏറെ ചർച്ചയായി മാറിക്കഴിഞ്ഞത്. നോട്ട് നിരോധനത്തിന് മുൻപുള്ള 6 പാദങ്ങളിൽ 8% സാമ്പത്തിക വളർച്ചാ നിരക്ക്. എന്നാൽ നോട്ട് നിരോധനത്തിന് ശേഷമുണ്ടായ കനത്ത ആഘാതം മൂലം തുടർച്ചയായ 7 പാദങ്ങളിൽ 6.8% ഇത് കുറയുകയും ചെയ്തു. ഇതിനിടയിലാണ് 7.3% GDP ഉയർന്നു വന്നത്.
ഖനന മേഖലകളിലെ പുനഃപരിശോധനയിൽ വ്യത്യാസം കണ്ടെത്തിയതാണ് ഇതിന്മേൽ നീതി ആയോഗിന്റെ ന്യായീകരണവാദം. മോദി സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യത്തിന്റെ നോട്ട് നിരോധനത്തിന് വിമർശിച്ചുള്ള വാക്കുകളും നീതി ആയോഗിന്റെ ന്യായീകരണവാദവും ഇതിനോടകം തന്നെ ദേശീയ തലത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി കഴിഞ്ഞു. നാഷണൽ ഡെസ്ക്. പ്രമുഖ സഹകാരിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന കുമ്പങ്കല്ല് മുണ്ടക്കൽ MSM ലബ്ബ നിര്യാതനായി. 4 നൂറ്റാണ്ടോളം കാരിക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്നു. ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രി സ്ഥാപകാംഗവും പ്രസിഡന്റുമായിരുന്നു. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ, ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, മാച്ച് ഫാക്ടറി ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. കൈരളി TV കൊച്ചി ബ്യൂറോ ചീഫ് സാലി മുഹമ്മദ് മകനാണ്. സംസ്കാരം കുമ്പങ്കല്ല് സ്രാമ്പിക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാഗ്വാദങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. തീവ്രവാദവും ചർച്ചയും ഒന്നിച്ചു പോകില്ലെന്ന് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ആവർത്തിച്ചു. കർത്താർപൂർ ഇടനാഴിക്ക് പച്ചക്കൊടി എന്നത് ഉഭയകക്ഷി ചർച്ച നടക്കും എന്നതിന്റെ സൂചന അല്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്ത്യയുമായി സമാധാനമാണ് പാകിസ്ഥാൻ ജനത ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രതികരിച്ചു. ായി നിങ്ങൾ ഒരു ചുവട് വയ്ക്കുമ്പോൾ ഞങ്ങൾ 2 ചുവട് വയ്ക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാന്റെ നയങ്ങളിൽ വൈരുദ്ധ്യമുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചുവട് പോസിറ്റീവ് ആവണം. അത് ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതുവരെ നമ്മുടെ രാജ്യത്തിന് വ്യക്തമായ ഒരു നയമുണ്ട്. തീവ്രവാദവും ചർച്ചയും ഒന്നിച്ചു കൊണ്ടുപോകാനാവില്ല. ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ വാക്കുകൾ. പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന സാർക്ക് ഉച്ചകോടിക്ക് ഇന്ത്യ പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. 2016 പാകിസ്ഥാനിൽ നടത്താനിരുന്ന സാർക്ക് ഉച്ചകോടിയും ഇന്ത്യ ബഹിഷ്കരിച്ചിരുന്നു. കർതാർപൂർ ഇടനാഴി വികസിക്കുന്നതോടെ മേഖലയിൽ സമാധാനം പുലരുന്നത് ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും വ്യക്തമാക്കിയിരുന്നു. അതേസമയം കാശ്മീർ വിഷയത്തിൽ സൈനിക നീക്കങ്ങൾ കൊണ്ട് പരിഹാരം കാണാനാകില്ലെന്നും സമാധാനത്തിനായി ഒരു ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ മാത്രം നിലനിൽക്കില്ലെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വ്യക്തമാക്കി. 2019 നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരെ ചർച്ചകൾക്കായി കാത്തിരിക്കാം. പക്ഷേ അതിനുശേഷം ഇന്ത്യ തീർച്ചയായും പ്രതികരിക്കണമെന്നും ഇമ്രാൻഖാൻ ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ മണ്ണിൽ തീവ്രവാദം അംഗീകരിക്കില്ലെന്ന് ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.